ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. റേഡിയോ കർഷക ദിനത്തോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ഫെബ്രുവരി 15 മാങ്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച റേഡിയോ കിസാൻ ദിവസ് 2025 ഭാഗമായി കർഷകർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്ന വിഷയത്തിൽ മാങ്കുളം കൃഷി ഓഫീസർ ശ്രീമതി ഗ്രീഷ്മ വി മാത്യു നയിച്ച ക്ലാസിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കൃഷി വകുപ്പിൽ നിന്ന് കൃഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കുറേ കാര്യങ്ങൾ അറിയായിരിക്കും. പക്ഷേ ഓരോന്നും ഏത് ഇതിൻ്റെ കീഴിലാണ് വരുന്നതെന്നും എന്തൊക്കെയാണ് നിങ്ങളുടെ അവകാശങ്ങളെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാം നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ എല്ലാത്തിനും ഒരു സാമ്പത്തിക വർഷത്തെ കണക്കാണ്. ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് നമ്മുടെ സ്കീമുകളൊക്കെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അപ്പം ഒരു നല്ല ഉൽപ്പാദനം അല്ലെങ്കിൽ നല്ലൊരു ഉൽപ്പാദനത്തിന് ആദ്യം വേണ്ടത് എന്താ? ഫലഭൂയിഷ്ഠമായ ഒരു മണ്ണ്. അപ്പം മണ്ണിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. മണ്ണ് പരിശോധിക്കാൻ വേണ്ടി മണ്ണ് ആദ്യം എടുക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് പറയാം. അതായത് ആദ്യം നമുക്ക് ഈ മണ്ണ് പരിശോധന എന്തിനാണെന്നുള്ള കാര്യം അറിയണം. അതായത് നമ്മുടെ മണ്ണിൽ നമ്മൾക്ക് എന്താണ് കുറവ് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ, എന്ത് കൊടുത്താൽ മണ്ണ് നല്ലതുപോലെ നമ്മളോട് പ്രതികരിക്കും എന്നൊക്കെ അറിയണം. ഒപ്പം തന്നെ ഉൽപ്പാദനം കൂട്ടുകയും വേണം. അപ്പോൾ അതിന് ആദ്യം അടിസ്ഥാനപരമായി വേണ്ടത് മണ്ണ് പരിശോധിച്ച് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് പ്രകാരം കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മണ്ണ് പരിശോധിക്കാൻ വേണ്ടി എപ്പോഴും 1/2 കിലോ സാമ്പിളാണ് എടുക്കേണ്ടത്. പ്രധാനമായും കൃഷിയുടെ ബോർഡറുകൾ, അതുപോലെ വിളയുടെ തൊട്ട് താഴത്തുനിന്ന്, വളമിറക്കിയ സ്ഥലത്തുനിന്ന്, അതുപോലെ വെള്ളക്കെട്ടുള്ളിടത്തു നിന്നൊന്നും മണ്ണെടുക്കാൻ പാടില്ല. മണ്ണെടുക്കുമ്പോൾ എപ്പോഴും പ്രതിനിധീകരിക്കുന്ന സാമ്പിളായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു 10ാം ക്ലാസ്സിനെ ഒന്ന് വിചാരിക്കുക. 10ാം ക്ലാസ് കുട്ടികളിൽ നിന്ന് ഒരാൾ പ്രിൻസിപ്പളോടോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോടോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ആ ക്ലാസ്സിലുള്ള ആളെ വിടണ്ടേ? ആ ക്ലാസ്സിലുള്ള ആൾക്കല്ലേ അറിയുള്ളൂ ആ ക്ലാസ്സിൽ എന്താണ് കുറവ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മണ്ണ് സാമ്പിളും അതുപോലെ തന്നെ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? നമ്മുടെ കൃഷിയിടത്തെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കണം, റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ മണ്ണ് നമ്മൾ എടുക്കുമ്പോൾ കട്ട, കല്ല്, മണ്ണ്, മേളിൽ നിന്നുള്ള പുല്ല് എല്ലാം മാറ്റുക. മേൽ മണ്ണ് കളയാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു 1.5 അടി ആഴത്തിൽ, അതായത് ഒരു 45 സെൻറ്റിമീറ്റർ ആഴത്തിൽ ഇംഗ്ലീഷ് അക്ഷരം വി ഇല്ലേ, വി പോലെ മൺവെട്ടി വെച്ച് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് മാത്രം മണ്ണ് 1 ഇഞ്ച് കനത്തിൽ ചീകിയെടുക്കണം. അങ്ങനെ ചീകിയെടുക്കുമ്പോൾ മണ്ണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടണം. എന്ത് ചെയ്യണം? ആ വി ഷേപ്പിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പേപ്പറോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെക്കണം. എന്നാലല്ലേ ചീകിയെടുത്ത് ഇങ്ങോട്ട് ഇടാൻ പറ്റുള്ളൂ. 1 ഏക്കർ സ്ഥലമുള്ള ഒരാൾ 6 or 8 സ്ഥലത്ത് നിന്നും മണ്ണെടുക്കണം. മണ്ണെടുത്ത ശേഷം ഈ മണ്ണിനെ ഒന്ന് കൂട്ടിയിളക്കണം. അതിനുശേഷം ചതുർവിഭജന രീതി എന്ന് പറയുന്ന ഒരു മെത്തഡുണ്ട്. അതായത് നമ്മൾ നിരത്തിയിട്ട ശേഷം അതിനെ 4 ആയിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ഭാഗിച്ച ശേഷം നേരെ എതിർവശം വരുന്ന ഭാഗങ്ങൾ കളയുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം, ഇപ്പം നമ്മൾ 1 ഏക്കർ സ്ഥലത്തുനിന്ന് 6-8 സ്ഥലത്തുനിന്ന് മണ്ണ് എടുത്തു കഴിയുമ്പോൾ അത് 2 കിലോയുടെയൊക്കെ മേളിൽ കാണും. നമുക്ക് വേണ്ടത് എത്രയാ? 1/2 കിലോ മതി. അതും നമ്മുടെ കൃഷിയിടത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മണ്ണായിരിക്കണം. അപ്പോൾ അത് 1/2 കിലോയിൽ കൊണ്ടുവരുന്ന ഈ രീതിക്ക് പറയുന്ന പേരാണ് ചതുർവിഭജന രീതി. അതായത് ഈ മണ്ണിനെ ഇതുപോലെ നിരത്തിയിട്ട ശേഷം 4 ആയിട്ട് ഭാഗിക്കുന്നു, എതിർഭാഗങ്ങൾ കണയുന്നു, പിന്നെ വീണ്ടും കൂട്ടിയിളക്കുന്നു, വീണ്ടും നമ്മൾ ചതുരമായിട്ടോ വട്ടത്തിലോ ഒന്ന് പരത്തിയിടുന്നു, വീണ്ടും 4 ആയിട്ട് ഭാഗിക്കുന്നു, എതിർഭാഗങ്ങൾ കളയുന്നു. അങ്ങനെ 1/2 കിലോ ആകുന്നവരെ നമ്മൾ ഈ പ്രവർത്തനം തുടർന്ന് 1/2 കിലോ ആകുമ്പോൾ ആ മണ്ണ് നേരെ വെയിലത്തിട്ടൊന്നും ഉണക്കാതെ, ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ട് തണലത്തിട്ടൊന്ന് ഉണക്കിയ ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അതിനെ പുറത്തായിട്ട് വേണം ലേബൽ ഒട്ടിക്കാൻ. അപ്പം നമ്മുടെ കർഷകൻ്റെ പേര്, ഫോൺ നമ്പർ, വീട്ടുപേര്, ഫുൾ അഡ്രസ്സ്, അവർ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്, ഇപ്പോൾ കൊക്കോ ആണെങ്കിൽ കൊക്കോ, കുരുമുളക്, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുക. കൃഷിഭവനിൽ നിന്ന് ഈ കളക്ട് ചെയ്ത സാമ്പിളെല്ലാം കൂടെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും മണ്ണ് പരിശോധന ലാബിൽ എത്തിക്കുക. അപ്പോൾ
താമസിക്കുന്നത് കൊണ്ട് കർഷകർക്ക് നേരിട്ട് വേണമെങ്കിലും തൊടുപുഴയിലുള്ള അരീക്കുഴ നമ്മുടെ സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അവർ നേരിട്ട് ടെസ്റ്റ് ചെയ്ത് തരണമെങ്കിൽ 450 രൂപ മുതൽ 600 രൂപ വരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൃഷി ഓഫീസറുടെ ഒരു കത്തും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാഥമിക മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം പരിശോധിച്ച് ഓരോ വളങ്ങളും എന്തോ ഇടണം എന്നുള്ള റിസൾട്ട് എടുക്കാനുള്ള ഈ കത്തുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അപ്പം പെട്ടെന്ന് മണ്ണ് റിസൾട്ട് വേണ്ടവർ കൃഷി ഓഫീസറെ കത്ത് മേടിച്ചുകൊണ്ട് പോവുക, അല്ലാത്തവർ കൃഷിഭവനിൽ ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്ന സമയത്ത് കൊണ്ടുതരിക. ഇനിയിപ്പം നമ്മുടെ ഈ വർഷം തീരാറായതുകൊണ്ട് നമ്മളിപ്പോൾ മണ്ണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നില്ല. ഇനി പ്രധാനപ്പെട്ട ഓരോ സ്കീമുകളും 2-3 കാറ്റഗറിയിലാണ് വരുന്നത്. ആദ്യമായിട്ട് പച്ചക്കറി കൃഷി വികസനം എന്ന് പറയുന്ന കാറ്റഗറിയിൽ സ്കീമുകൾ വരും. കർഷകരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് 2-3 പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് സ്റ്റാഗേർഡ് ക്ലസ്റ്റർ. പേര് കേട്ട് പേടിക്കണ്ട. പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാ കർഷകനും മിനിമം 5 സെൻറ്റെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സിഡി തരുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ അതിന് 10 സെൻറ്റിന് 800 രൂപയാണ് കിട്ടുന്നത്. വിത്ത് മേടിക്കാനും അത്യാവശ്യം ചിലവുകൾക്ക് വേണ്ടിയുള്ളത്. നമുക്കറിയാം 10 സെൻറ്റ് കൃഷി ചെയ്യുന്നതിന് ഒന്നുമല്ല. എപ്പോഴും സർക്കാർ തരുന്നത് മുഴുവൻ പൈസ തന്ന് ഒരിക്കലും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. നിങ്ങൾ അധ്വാനിക്കുന്നതിൽ കുറച്ച് അംശം തരാനേ പറ്റുള്ളൂ. അപ്പോൾ 10 സെൻറ്റ് കൃഷി ചെയ്യുന്ന ആൾക്ക് 800 രൂപ കിട്ടും. അപ്പോൾ അതാണ് ഒന്നാമത്തത്. പിന്നെ എല്ലാ ജൂൺ ജൂലൈ മാസങ്ങളിലും സർക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് പച്ചക്കറി വിത്തും തൈകളും തരും. ആ പച്ചക്കറി വിത്തെന്ന് പറയുന്ന ഹൈബ്രിഡ് വിത്ത് തരും, അല്ലാത്ത വിത്ത് തരും. കൂടാതെ തന്നെ ശീതകാല പച്ചക്കറിയുടെ വിത്ത് തരുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ്, കാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള കാര്യങ്ങളുടെ വിത്തുകളും തൈകളും തരുന്നുണ്ട്. അത് തന്നെ ഹൈബ്രിഡും തരുന്നുണ്ട്, അല്ലാത്ത ലോക്കലായിട്ടുള്ളതും തരുന്നുണ്ട്. പിന്നെ നോൺ കൂൾ സീസൺ, അതായത് വെണ്ട, വഴുതന, മുളക് അങ്ങനെയുള്ളതൊക്കെയാണ് നോൺ കൂൾ സീസൺ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല, തൈകളും വിത്തുകളും വരും. പിന്നെ അടുത്തതായിട്ടുള്ള സ്കീമാണ് മൺചട്ടി. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പഞ്ചായത്തിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ലെങ്കിലും ഒരു 10-15 എണ്ണമൊക്കെ ഒരു കൃഷിഭവന് കിട്ടും. അപ്പം നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ തന്നെ കൃഷിഭവനിൽ ഒരു വിസിറ്റേഴ്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കർഷകരുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടിട്ട് എനിക്ക് ഇന്ന ആവശ്യം വേണം അങ്ങനെ എഴുതിയിടുവാണെങ്കിൽ ഈ മൺചട്ടിയും അതുപോലുള്ള കുറച്ചെണ്ണം വരുന്ന സാധനങ്ങളൊക്കെ വരുമ്പം ഞങ്ങൾ ആ ബുക്ക് പരിശോധിച്ചിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യും. മൺചട്ടിയിൽ ഒപ്പം കുറച്ച് വളവും തരും, കുറച്ച് ഒരു 10, 20, 25 പച്ചക്കറി തൈകളൂടെ തരും. വീട്ടാവശ്യത്തിന് പച്ചക്കറി വളർത്തണമെങ്കിൽ നമുക്ക് ഈ ചട്ടിയും മൺചട്ടിയും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചട്ടി, അതായത് നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ചട്ടിയും അതിൻ്റെ ഒപ്പം പച്ചക്കറി തൈയും കുറച്ച് വളവും തരും. അതൊരു പദ്ധതി. അടുത്തത് പിന്നെ പലതരം ട്രെയിനിങ്ങുകൾ, പിന്നെ മഴമറകൾ. അപ്പോൾ അത് വേണ്ടവർ ഈ പറഞ്ഞ പോലെ ബുക്കിൽ എഴുതിയിടുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തെ ടാർഗറ്റിൽ മഴമറ ഒരെണ്ണം ലഭിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ആളെ പരിഗണിക്കാം. പക്ഷേ അതിന് മുടക്ക് മുതൽ ഏകദേശം ഒരു 80-85,000 രൂപ വരുമ്പോൾ 50,000 രൂപ സബ്സിഡി ആയിട്ട് കൃഷിഭവൻ തരും. അതായത് 100 സ്ക്വയർ മീറ്ററാണ് മിനിമം പണിയേണ്ടത്. ഒരു സ്ക്വയർ മീറ്ററിന് 500 രൂപ വെച്ച് 100 സ്ക്വയർ മീറ്ററിന് 50,000 രൂപ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് 30,000 മുതൽ 35,000 രൂപ വരെയാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ മഴക്കാലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് മഴമറകൾ സംഘടിപ്പിക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പൈസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നിങ്ങൾ കാറ്റഗറികളൊന്നും നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്ക് ഏത് വിളയിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ള കാര്യം അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളതിന് ഗവൺമെൻറ് പുതുകൃഷി, അതായത് പുതിയതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തൈ മേടിച്ച് വെക്കണം. അപ്പോൾ അതിൽ കുരുമുളകിനുണ്ട്. അതിന് ഈ പറഞ്ഞ കാറ്റഗറിയിൽ 8,800 രൂപ ഒരു ഹെക്ടറിനുള്ളൂ. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ശുപാർശ പ്രകാരം ഒരു ഹെക്ടറിൽ 1,100 താങ്ങുമരങ്ങൾ വേണമെന്നാണ് കണക്ക്. അപ്പം നിങ്ങൾ കൃഷിഭവനിൽ സബ്സിഡി വെക്കുമ്പം താങ്ങുമരത്തിൻ്റെ എണ്ണം ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ 50 താങ്ങുമരം എന്ന് പറഞ്ഞാൽ ആ 50 താങ്ങുമരത്തെ ഞാൻ എന്ത് ചെയ്യണം, ഹെക്ടറിലോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പൈസ തരാൻ. അപ്പം 8,800 രൂപയാണ് ഒരു ഹെക്ടറിന്. അതായത് 1,100 താങ്ങുമരത്തിന് 8,800 രൂപയേ ഉള്ളൂ ഈ കാറ്റഗറിയിൽ, ഈ പറഞ്ഞ സ്കീമിൽ. ഇത് തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ തരുമ്പം 20,000 രൂപയുടെ സബ്സിഡിയാണ് തരുന്നത്. അപ്പോൾ കൂടുതൽ തൈ വെച്ചവർക്ക് ഈ കാറ്റഗറിയിൽ കിട്ടും, കുറച്ച് ഇതുള്ളവർക്ക് കുറച്ച് കൂടുതൽ എമൗണ്ടിൻ്റെയും കിട്ടും. പിന്നെ നമുക്ക് മഞ്ഞളും ഇഞ്ചിയും കൃഷി ചെയ്യുന്നവർക്ക് അത് ഒരു 10 സെൻറ്റിന് 960 രൂപയേ ഉള്ളൂ. അപ്പം മഞ്ഞൾ ചെയ്താലും ഇഞ്ചി ചെയ്താലും ഒരേ അളവിലാണ് സബ്സിഡി വരുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ജൂൺ ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും കൃഷിഭവനിൽ വന്ന് തിരക്കണം എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ പറഞ്ഞ സബ്സിഡി എല്ലാം ചിലപ്പോൾ എല്ലാ കൊല്ലവും കിട്ടണം എന്നില്ല. എങ്കിൽ പോലും കൃഷി ഓഫീസറെ നിങ്ങൾക്ക് നേരിട്ടും വിളിച്ച് ചോദിക്കാം. പിന്നെ അടുത്തത് ഗ്രാമ്പൂ, ജാതി, അതൊക്കെ നമ്മൾ വെക്കുന്നതിന് നിങ്ങൾ തൈയുടെ എണ്ണം എഴുതിയാൽ മതിയാവും അപേക്ഷയിൽ. അപ്പം നിങ്ങളുടെ തൈയുടെ എണ്ണം വെച്ച് നിങ്ങൾ എത്ര ഏരിയയിലാണ് കൃഷി ചെയ്യുന്നതെന്ന് കൃഷി ഉദ്യോഗസ്ഥർ അളന്ന ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സബ്സിഡി വരുന്നത്.
പിന്നെ നമുക്ക് അഡോപ്ഷൻ ഓഫ് ഇംപ്രൂവ്ഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, അതായത് തുരിശ്, കുമ്മായം എന്നിവ മേടിച്ച്, അതായത് മെയ് ജൂൺ മാസങ്ങളിലാണല്ലോ നമുക്ക് ഈ തുരിശും കുമ്മായമൊക്കെ അടിക്കേണ്ടത്. ആദ്യത്തെ മഴ കിട്ടിയ ശേഷം വേണം നമ്മൾ ഈ തുരിശ് കുമ്മായം അടിക്കാൻ, അതായത് ബോഡോ മിശ്രിതം ഉണ്ടാക്കി അടിക്കാൻ. രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രതിരോധമാണ്. വന്നു കഴിഞ്ഞും ചെയ്യാം. COC എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കലാണ്. അതിന് ഓർഗാനിക് ഫാമിങ്ങിൽ അനുവദനീയമായിട്ടുള്ള സാധനമാണ് ബോഡോ മിശ്രിതം. അപ്പോൾ ഈ 2 സാധനങ്ങളും നിങ്ങൾ എന്ത് മേടിച്ചാലും ബില്ല് സൂക്ഷിക്കുക. GST ബില്ല് സൂക്ഷിച്ച് കഴിയുമ്പം ഈ പറഞ്ഞ ചിലപ്പോൾ സബ്സിഡി വരുന്നത് ചിലപ്പോൾ ഡിസംബർ കഴിയാറാകുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ ബില്ല് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഹെക്ടറിന് 5000 രൂപ വരെ ലഭിക്കും. അപ്പം നിങ്ങൾ മേടിക്കുന്ന സാധനത്തിൻ്റെ പകുതി പൈസയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഈ പറഞ്ഞ കാറ്റഗറി വരുന്നത്. പിന്നെ മണ്ണ് പരിശോധന ക്യാമ്പയിനുകളുണ്ട്. അതായത് ഇപ്പം മണ്ണ് പരിശോധിക്കാൻ നമുക്ക് എപ്പോഴും വേണമെങ്കിലും കൊണ്ടുതരാം. എങ്കിൽ പോലും ഇതിനെക്കുറിച്ചൊന്ന് കർഷകരെ ബോധവൽക്കരിക്കാനും, എങ്ങനെയാണ് മണ്ണ് സാമ്പിൾ എടുക്കുന്നത്, എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് നടത്തും. അതിന് പറയുന്ന പേരാണ് സോയിൽ ടെസ്റ്റ് ക്യാമ്പയിൻ. പിന്നെ അടുത്തത് സെക്കൻഡറി ആൻഡ് മൈക്രോ ന്യൂട്രിയൻറ്റ് സപ്ലൈ. അതായത് സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മൈക്രോ എന്ന് പറയുമ്പോൾ കുഞ്ഞ് തന്നെയെന്ന്. പക്ഷേ ആ കുഞ്ഞളവിൽ തന്നെ ചെടിക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ചെടി നല്ലപോലെ വിളവ് തരുവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ മരത്തെ നിന്നുകൊണ്ട് തന്നെ ജാതിക്ക പൊട്ടുന്ന കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ബോറോൺ എന്ന് പറയുന്നതും പൊട്ടാഷ്യം എന്ന് പറയുന്ന 2 മൂലകങ്ങളുടെ കുറവ് മൂലമാണ്. കൂടുതലും ബോറോണിൻ്റെ കുറവ് മൂലമാണ്. പരാഗണം കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ആവശ്യമുണ്ട്. സൂക്ഷ്മ മൂലകം എന്ന് പേരാണെങ്കിലും കുറച്ചളവിലാണ് വേണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് മണ്ണിലില്ലാത്തത് കൊണ്ടാണ് ജാതിക്ക മരത്തെ നിന്നുകൊണ്ട് പൊട്ടുന്നത്. അതുപോലെ വാഴയിൽ കണ്ടിട്ടില്ലേ അതിൻ്റെ അറ്റം ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നേ? അത് കാൽഷ്യം എന്ന് പറയുന്നതും ബോറോൺ എന്ന് പറയുന്ന 2 മൂലകങ്ങളുടെ കുറവ് മൂലമാണ്. അപ്പോൾ അതൊക്കെ വരാതിരിക്കണമെങ്കിൽ കറക്റ്റായിട്ട് സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കണം. അപ്പോൾ കർഷകർക്കുണ്ടാകുന്ന ആ ഒരു അഭാവം, അതായത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ് ഈ പറഞ്ഞത്. അതിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ട് ബൊറാക്സും സെക്കൻഡറി ന്യൂട്രിയൻ്റ് ആയിട്ട് മഗ്നീഷ്യം സൾഫേറ്റുമാണ് കഴിഞ്ഞ കൊല്ലം കൊടുത്തത്. ഇനി നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കൃഷിഭവനിൽ ഇതിൽ എഴുതി വെക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഈ സ്കീം വരുമ്പോൾ ആ സാധനം തരാൻ നോക്കാം. പിന്നെ അടുത്തത് റോഡൻറ്റ് കൺട്രോൾ ക്യാമ്പയിൻ. ഇപ്പം നമുക്കറിയാം എലി നശീകരണം എന്ന് പറയുന്നത് ശരിക്കും കൃഷിയുമായിട്ട് എന്താ ബന്ധം എന്ന് വിചാരിക്കും. വീട്ടിലുള്ള എലിയാണെങ്കിലും കൃഷിയിടത്തിലുള്ള എലിയാണെങ്കിലും നമ്മളെ ഒത്തിരി ശല്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വകവരുത്താതെ പറ്റില്ല. അപ്പം നമുക്ക് അതിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് റോഡൻറ്റ് കൺട്രോൾ ക്യാമ്പയിൻ. അതായത് നമ്മുടെ വണ്ടൻമേടുള്ള വെയർഹൗസുകാരുണ്ടാക്കുന്ന റോഡോഫോ എന്ന് പറയുന്ന എലി വിഷം നമുക്ക് കൃഷിഭവനിൽ 23,000 രൂപയ്ക്ക് ഒരു കൊല്ലം തരും. പക്ഷേ ആ സാധനം എല്ലാവരും പറഞ്ഞു വളരെ നല്ലതായിരുന്നു, വെച്ചപ്പോൾ തന്നെ എലി ചത്തു പോകുന്നു പറഞ്ഞു. അത് നമ്മളൊരു ഭക്ഷണ പദാർത്ഥമായിട്ട് കലർത്തിയൊന്നും വെക്കണ്ട, അതിന് ഓൾറെഡി ഒരു രുചിയും മണവും ഉണ്ട്. അപ്പോൾ നമ്മൾ കൃഷിയിടത്തിൽ പന്നിയെലികളെയൊക്കെ കൊല്ലാനാണെങ്കിൽ ഒരു 50 ഗ്രാം വരെയെങ്കിലും വെക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഒരു സ്പൂൺ മാത്രം, ഒരു 10 ഗ്രാമെങ്കിലും വീട്ടിൽ കുട്ടികളും നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ കത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ എലി ശല്യം കുറഞ്ഞു കിട്ടും. അതും ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒപ്പം ഒരു ട്രെയിനിങ് കൂടെ ഉണ്ട്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ട മുൻകരുതലൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഒരു സ്കീം. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പിന്നെ അടുത്തത് പഴവർഗ്ഗങ്ങളുടെ വികസനം. സുഗന്ധവിളകളോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. കൂടുതലും വിദേശ ഫലവൃക്ഷങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, അവക്കാഡോ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഏരിയ എക്സ്പാൻഷൻ, അതായത് പുതിയ കൃഷി
ഒരു 100 ചെടിയെങ്കിലും മേടിച്ച് വെച്ചാലേ പറ്റുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ ഒരു അളവിൽ ഒരു 25 സെൻറ്റോ അത് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കൃഷിയിടത്തിൻ്റെ ഇടയ്ക്കൂടെ ഈ സംഭവങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ രീതിയിലാണ്. അതിനും സബ്സിഡി ഉണ്ട്. പിന്നെ ഈ സ്കീമിൽ തന്നെയാണ് 1 കോടി ഫലവൃക്ഷത്തെ നമ്മുടെ ഗവൺമെൻറ് ഫാമുകളിൽ ഉണ്ടാക്കുന്ന ഇപ്രകാരമുള്ള ബഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് തൈകൾക്ക് 20 രൂപയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ പേരയ്ക്ക് 15 രൂപയേ ഉള്ളൂ, പേരയുടെ ലെയർ. നമ്മൾ പക്ഷേ അത് പുറത്തുനിന്ന് മേടിക്കുമ്പം വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇതൊക്കെ സർക്കാർ കർഷകരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികളാണ്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ 1 കോടി ഫലവൃക്ഷ തൈ എന്ന് പറയുന്നത് അതിൽ റംബൂട്ടാനുണ്ട്, മാവും തൈയുണ്ട്, അങ്ങനെ പല പല തൈകളും ഇടയ്ക്കിടയ്ക്ക് കൃഷിഭവനിൽ വരും. അപ്പോൾ അതറിഞ്ഞ് കർഷകർ ഈ കുറഞ്ഞ ചിലവിൽ മേടിക്കുക. ഇതുപോലെ തന്നെ വേറൊരു കാറ്റഗറി വരുന്നതാണ് ആത്മാ പദ്ധതി. ആത്മാ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി. ആ കാറ്റഗറിയിൽ കർഷകർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കും. അത് തന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് സ്കീമായതുകൊണ്ട് SCPക്കാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ഉണ്ട്. അതായത് പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗ്ഗക്കാർക്ക്, ജനറൽ വിഭാഗത്തിൽ പെടുന്നവർക്ക്. ആ ട്രെയിനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ചോക്ലേറ്റ് നിർമ്മാണത്തിൽ കുറച്ചൊരു ട്രെയിനിങ് വേണം, അല്ലെ എങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതെന്ന് വേണം. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കൃഷിഭവനിൽ വന്ന് പറയാം. അതുപോലെ നമ്മുടെ രജിസ്റ്ററിൽ പേര് എഴുതിയിടാം. അപ്പോൾ ഒരു 10-25 പേര് ഇതുപോലെ ആയിക്കഴിയുമ്പം അവരെ എല്ലാം വിളിച്ചു ചേർത്ത് നമ്മൾ നടത്തുന്ന ട്രെയിനിങ്, അവർക്ക് വേണ്ടി അവർക്ക് ജീവന ഉപാധിയായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങാണ്. അതുകൊണ്ട് അതിനെ കപ്പാസിറ്റി ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. അതിന് അവർക്ക് ഫുഡും കൊടുത്ത് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ് തരുന്നതിനാണ് ഈ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഡെമോൺസ്ട്രേഷൻ പ്രദർശന തോട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പൈസയുണ്ട്. അതായത് സ്യൂഡോമോണാസ് ആദ്യമായിട്ട് ഒരു കർഷകൻ കേൾക്കുവാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് നമ്മുടെ കൃഷിയിടത്തിലൊന്ന് ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങളെ അത് മേടിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചിലവാക്കി ഒരു പ്രദർശന തോട്ടം സംഘടിപ്പിക്കുന്നതിന് 4000 രൂപ വരെ സബ്സിഡി തരും. ഇതുപോലെ തന്നെ പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗ്ഗക്കാർക്ക്, ജനറൽ കാറ്റഗറി, അങ്ങനെ 3 വിഭാഗത്തിലുള്ള ആളുകൾക്കായിട്ടാണ് ഈ സബ്സിഡി വരുന്നത്. ഇത് അഗ്രികൾച്ചർ മേഖലയിലും ഉണ്ട്, അതുപോലെ മൃഗസംരക്ഷണ മേഖലയിലുണ്ട്. അതായത് പശുവിന് നിൽക്കാൻ വേണ്ടി മാറ്റില്ലേ, അതൊരു പുതിയ ടെക്നോളജി അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെറും തൊഴുത്തായിരുന്നു. അപ്പോൾ ആ മാറ്റിട്ടുകൊണ്ട് പശുവിൻ്റെ കുളമ്പ് രോഗത്തെ നിയന്ത്രിക്കാനും പശുവിന് ഒരു സപ്പോർട്ട് കൊടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും. കൃഷി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ കൃഷിയുടെ പ്രദർശനത്തോടെ സംഘടിപ്പിക്കാൻ കഴിയാത്തവർക്ക് മൃഗസംരക്ഷണ മേഖലയിലും ഇത് ചെയ്യാം. പിന്നെ അടുത്തത് ഫാം സ്കൂളുകൾ. അതായത് കർഷകർക്ക് കുരുമുളകിൽ ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് ഇവിടെ കണ്ടുവരുന്ന ഒരു രോഗമാണ് മഞ്ഞളിച്ച് പോകുന്നു. ദുർവാട്ടമല്ലെന്ന് കർഷകർ പറയുന്നു, വേരിലുള്ള പ്രശ്നമാണെന്നും പറയുന്നുണ്ട്, അല്ലാതെ എത്ര മരുന്ന് ഒഴിച്ചിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ക്ലാസ് വേണമെന്ന് വിചാരിക്കുക. പുറത്തുനിന്നുള്ള സയൻറ്റിസ്റ്റുമാരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം നിങ്ങളുടെ സംശയങ്ങളെല്ലാം അവരോട് ചോദിക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു സാധ്യതയും കൂടെ നിങ്ങൾക്കുണ്ട്. പിന്നെ അടുത്തത് ജില്ലയ്ക്കകത്ത്, ജില്ലയ്ക്ക് പുറത്ത്, കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത് ഒക്കെ കർഷകർക്ക് പഠനയാത്രകളുണ്ട്. അത് എല്ലാ വർഷവും നമുക്ക് ടാർഗറ്റ് കിട്ടണമെന്നില്ല, എങ്കിൽ പോലും കിട്ടിക്കഴിയുമ്പം നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് എവിടെയൊക്കെ പോയി കാണണം. ഇപ്പോൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പോയി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണണം, അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ, അങ്ങനെയൊക്കെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പഠനയാത്രകൾക്ക് സബ്സിഡികളുണ്ട്. പിന്നെ ഈ ആത്മ പദ്ധതിയിൽ തന്നെ വരുന്നതാണ് കർഷക സഭകളും ഞാറ്റുവേല ചന്തയും. കർഷക സഭ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർഷകരെ വിളിച്ചു ചേർത്ത് അതത് വാർഡിൽ കൂടുന്ന ഒരു മീറ്റിംഗ് ആണ് കർഷക സഭകൾ. ഞാറ്റുവേല ചന്ത, അതായത് ജൂലൈ മാസമൊക്കെ ഒരു സമയത്താണ് ഞാറ്റുവേല വരുന്നത്. ആ സമയത്ത് കർഷകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒന്നെങ്കിൽ പച്ചക്കറി തൈകളോ കുരുമുളക് തൈകളോ എന്തെങ്കിലും തൈകൾ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് നടത്തുന്ന ചന്തകളാണ് ഞാറ്റുവേല ചന്തകൾ. അപ്പോൾ ഇതൊക്കെയാണ് ആത്മയിലുള്ള പദ്ധതി. ആത്മ എന്ന് പറയുന്ന സ്കീമിൽ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി. ഇനി അടുത്തത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. അതിലാണ് ഏറ്റവും കൂടുതൽ സെൻട്രൽ ഷെയർ, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും കൂടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഇതുപോലെ തന്നെ കുരുമുളക് കൃഷി വ്യാപനം, കൊക്കോ കൃഷി വ്യാപനം, പാഷൻ ഫ്രൂട്ട് കൃഷി വ്യാപനം, അതുപോലെ വിവിധ തരത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ. പിന്നെ ഇതിൽ തന്നെ കമ്പോസ്റ്റ് പിറ്റ് കേട്ടോ, അതായത് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവൻ പൈസയ്ക്ക് പണിത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പകുതി ശതമാനം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും. പിന്നെ അടുത്തത് കുരുമുളക് പുനരുദ്ധാരണം, കൊക്കോ പുനരുദ്ധാരണം, കശുമാവ് പുനരുദ്ധാരണം. പണ്ട് നിന്ന ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ ചെടികൾ വെക്കുന്നതിന്, അത് നമ്മൾ കുരുമുളകൊക്കെ ചെയ്യുമ്പം ഇടയ്ക്ക് കുറേ വള്ളിയൊക്കെ പോകും, അല്ലെങ്കിൽ രോഗം ബാധിച്ച് പോകും. അപ്പോൾ അതിനെ കളഞ്ഞ ശേഷം നമുക്ക് വേറെ കുരുമുളക് പുതിയ തൈ വെക്കുമ്പം അത് വന്ന് ഫീൽഡ് കണ്ടിട്ട് നിങ്ങൾക്ക് പൈസ തരുന്ന പദ്ധതിക്കാണ് റെജുവിനേഷൻ അല്ലെങ്കിൽ പുനരുദ്ധാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനും നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് കൃഷിഭവൻ ചെയ്യുന്ന വേറെ കാര്യങ്ങൾ ഓണവിപണികൾ. നിങ്ങൾക്ക് പച്ചക്കറികൾ മിതമായ നിരക്കിൽ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കൃഷി ഉദ്യോഗസ്ഥർ തന്നെ ചന്ത നടത്തുന്നതാണ് ഓണവിപണി.
പിന്നെ അടുത്തത് കർഷക ദിനം. എല്ലാ ചിങ്ങം 1-നും കർഷക ദിനം സംഘടിപ്പിക്കുന്നുണ്ട്. മികച്ച കർഷകരെ, പല പല കാറ്റഗറിയിലുള്ള കർഷകരെ ആദരിക്കാനും അവരെ ഒരു ദിവസം ഓർക്കാനും വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയാണ് കർഷക ദിനം. പിന്നെ അടുത്തതായിട്ട് PM കിസാൻ, അത് സെൻട്രൽ ഗവൺമെൻറ് 2000 രൂപ വെച്ച് അങ്ങനെ ഒരു വർഷം 6000 രൂപ ലഭിക്കുന്ന പദ്ധതിയാണ്. ആ PM കിസാൻ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു ഗഡു കിട്ടാതെ വന്നാൽ ദയവായി എല്ലാവരും കൃഷിഭവനിൽ വരണം. അല്ലാതെ കുറേ നാൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പുതുക്കേണ്ട കാര്യങ്ങൾ പുതുക്കിയിട്ടാത്തതുകൊണ്ടാണ് പൈസ കിട്ടാത്തത്. പിന്നെ കർഷക പെൻഷൻ, നമുക്കറിയാം 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ, ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുന്നുണ്ട്, വാർദ്ധക്യകാല പെൻഷനുണ്ട്. കൃഷിഭവനിൽ കർഷകർക്ക് ലഭിക്കുന്ന പെൻഷനാണ് കർഷക പെൻഷൻ. അതിന് 60 വയസ്സ് പൂർത്തിയായിരിക്കണം, 1.5 ലക്ഷം രൂപയെ താഴെ വരുമാനമുള്ള കർഷകനായിരിക്കണം, ചെറുകിട നാമമാത്ര കർഷകരായിരിക്കണം. അതായത് നമ്മുടെ എല്ലാ സ്കീമുകൾക്കും 2 ഹെക്ടറിൽ താഴെ ഉള്ള ആൾക്കാണ് ഈ ആനുകൂല്യം എല്ലാം കിട്ടുന്നത്. അപ്പോൾ കർഷക പെൻഷന് പ്രായമായ ആൾക്കാർ, അതായത് 60 വയസ്സ് ആയിട്ടുള്ള പൂർത്തിയായവരെ കൃഷിഭവനെ അറിയിക്കുക. കൃഷിഭവനിൽ നിന്ന് കാർഷിക വികസന സമിതി എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ നിങ്ങളുടെ പേര് വെച്ച് അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് കർഷക പെൻഷൻ കേട്ടോ. അപ്പോൾ 60 വയസ്സായ കർഷകരെല്ലാം അത് മേടിക്കാൻ നോക്കുക. പിന്നെ അടുത്തത് കർഷക ക്ഷേമനിധി ബോർഡ്. കർഷക ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗവൺമെൻറ് 2021 കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്ന ഒരു ഇതാണ്. അതായത് മരണം വരെ കർഷകനായി ജീവിച്ച് മരിക്കുന്ന ഒരാളെ അവർക്കൊരു സഹായമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആളെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കർഷകന് പെൻഷൻ ലഭിക്കുന്നതിനും അല്ലെങ്കിൽ മകളുടെ കല്യാണ സമയത്ത് ഇച്ചിരി പൈസ കിട്ടാനും എന്തെങ്കിലും രോഗം വന്ന ആ രോഗത്തിന് ചികിത്സാ പൈസ കിട്ടാനും വേണ്ടി ഗവൺമെൻറ് കർഷകൻ്റെ വേദന അറിഞ്ഞതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കർഷക ക്ഷേമനിധി ബോർഡ്. എല്ലാം 5 കൊല്ലത്തേക്ക് എല്ലാ മാസവും 100 രൂപ വെച്ച് അംശാദായം അടച്ചു കഴിഞ്ഞാൽ 60 വയസ്സ് എന്ന് പൂർത്തിയാകുന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് 5000 രൂപ പെൻഷൻ കിട്ടും. നമ്മൾ അടയ്ക്കേണ്ട പൈസ വെറും 6000 ഉള്ളൂ. പിന്നെ ബയോഗ്യാസ് നിർമ്മാണത്തിന് 2 മീറ്റർ ക്യൂബ് മുതൽ 4 മീറ്റർ ക്യൂബ് വരെ നിർമ്മിക്കുന്ന ബയോഗ്യാസുകൾക്ക് 14,350 രൂപ സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും 8,000 രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും കൂടെ ആയിട്ട് ആകെ 22,350 രൂപ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കും. 2 മീറ്റർ ക്യൂബ് മുതൽ 4 മീറ്റർ ക്യൂബ് വരെ വേണം പണിയിപ്പിക്കാൻ. നിർദ്ദിഷ്ട ഏജൻസികളെ കൊണ്ട് മാത്രമേ പണിയിപ്പിക്കാവുള്ളൂ. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ കൃഷിഭവന് വന്ന് പേരെഴുതിയിടുക. ഇടുക്കി ജില്ലയിൽ നിർദ്ദിഷ്ട ഏജൻസി എന്ന് പറയുന്ന ബയോ നിർമ്മാൺ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. പിന്നെ ഇപ്പം ഒരു 2 കൊല്ലമായി ഗവൺമെൻറ് തുടങ്ങിയ വേറൊരു പദ്ധതിയാണ് ഫാം പ്ലാൻ അധിഷ്ഠിത സബ്സിഡി. അതായത് ഇനി മുമ്പോട്ട് വരുമ്പം കൃഷിയും ഒരു കുടുംബശ്രീ മോഡലാകും. അതായത് ഒരു 10 പേര് ചേർന്ന് കൃഷി ചെയ്താൽ നിങ്ങളുടെ ഗ്രൂപ്പിന് സബ്സിഡി ലഭിക്കുന്ന രീതിയിലൊക്കെ ആകുമായിരിക്കും. പിന്നെ ഫാം പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അതിനകത്ത് അത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ 10 പേരെയോ അല്ലെ 15 പേരെ തിരഞ്ഞെടുക്കാനേ പറയുള്ളൂ. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും അതിനുള്ള സംവിധാനം. അപ്പോൾ അതിൽ എന്ത് വേണം ചെയ്യാം, നിങ്ങൾക്ക് കശുമാവ് കൃഷി ചെയ്യണമെങ്കിൽ ചെയ്യാം, തേനീച്ചപ്പെട്ടി വെക്കണമെങ്കിൽ അത് ചെയ്യാം. എന്ത് ചെയ്താലും ചെടി വെക്കുന്നതിനാണ് 75% സബ്സിഡി, തേനീച്ച കൃഷിക്കാണ് 50%. പിന്നെ നമുക്കറിയാം നമ്മുടെ മാങ്കുളത്ത് വന്യമൃഗശല്യം ഒത്തിരിയുള്ള സ്ഥലമാണ്. കുരങ്ങായിട്ടും പന്നിയായിട്ടും എല്ലാം ഭയങ്കര പ്രശ്നമുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വിള ഇൻഷുർ ചെയ്യണം. അതായത് നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ ആന കയറി നശിപ്പിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാരാ ചെയ്യണ്ടേ? ഫോറസ്റ്റുകാരെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് മൃഗം നശിപ്പിച്ചതിൽ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. പക്ഷെ ഒരു മഴയോ കാറ്റോ അങ്ങനെയുള്ള പെട്ടെന്നുള്ള കാട്ടുതീ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രകൃതിക്ഷോഭത്തിൽ നിങ്ങൾക്ക് സബ്സിഡി തരാൻ പറ്റും. അത് ഓരോ വിളകൾക്കും വേറെ വേറെ എമൗണ്ടാണ്. ഇപ്പം ജാതിയൊക്കെ ആണെങ്കിൽ കാഴ്ചകൊണ്ടിരിക്കുന്ന നല്ല ജാതിയാണെങ്കിൽ 300 രൂപ വരെ ഒരു ജാതിക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊന്നും കർഷകർ ഒരിക്കലും കളയാതിരിക്കുക. അതായത് എന്തെങ്കിലും അപകടം കൃഷിനാശം സംഭവിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കൃഷി ഓഫീസറെ ഫോൺ മൂലമോ അല്ലാതെയോ വിവരം അറിയിപ്പിക്കുക. ഇപ്പോൾ ഇനി മഴ വരാൻ പോവല്ലേ, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. മഴ വന്ന് നിങ്ങളുടെ കൃഷിയിടം പോവുകയോ അല്ലെങ്കിൽ കാറ്റടിച്ച വെല്ലം പോവുകയാണെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ഫോൺ നമ്പർ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഇല്ലാത്തവർ മെമ്പർമാരുടെ അറിയുന്നോ അല്ലെങ്കിൽ മേടിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുക. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ജില്ലാ ഓഫീസിൽ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ 24 മണിക്കൂർ. അപ്പം ഇന്ന് കാറ്റടിച്ച് കൃഷി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ രാവിലെ തന്നെ ഫോണിലെങ്കിലും വിളിച്ച് പറയുക, അല്ലെങ്കിൽ രാവിലെ കൃഷിഭവനിലെത്തി അറിയിക്കുകയോ ചെയ്യുക. അപ്പോൾ ഏകദേശം പോയ കണക്ക് നിങ്ങൾക്കറിയാലോ. ഒരു 100 വാഴ വെച്ചു, ഒരു സൈഡിലുള്ള വാഴ മുഴുവൻ പോയെങ്കിൽ ഒരു ഏകദേശം ഒരു 20 എണ്ണം അല്ലെങ്കിൽ 30 എണ്ണം എന്നൊരു കണക്ക് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ കണക്ക് വെച്ച് വേണം ഞങ്ങൾക്ക് ഇത് മേലിലോട്ട് അറിയിക്കാൻ. അതുകൊണ്ടാണ് 24 മണിക്കൂർ എന്ന് പറയുന്നത്. ആ സമയത്തിനുള്ളിൽ അറിയിച്ചില്ലേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പറയും ഇത് പ്രകൃതിക്ഷോഭത്തിൻ്റെ കാര്യം. ഇനി വിള ഇൻഷുർ ചെയ്ത കർഷകനാണെങ്കിൽ അദ്ദേഹത്തിന് 2 ബെനിഫിറ്റ് ഉണ്ട്. എന്താണ്? പ്രകൃതിക്ഷോഭത്തിൻ്റെ പൈസയും കിട്ടും, ഇൻഷുർ ചെയ്ത പൈസയും കിട്ടും.
മനസ്സിലായോ? അത് ഓരോ വിലയ്ക്കും വ്യത്യാസമുണ്ട്. ഇൻഷുർ ചെയ്യുന്ന വാഴയ്ക്കാണെങ്കിൽ വാഴ നട്ട് 1-ാം മാസം മുതൽ 5-ാം മാസം വരെ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. കുരുമുളക് അങ്ങനെയുള്ള വലിയ വലിയ മരങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? കായ്ഫലമുള്ളതായിരിക്കണം, മിനിമം 10 എണ്ണം വേണം. അങ്ങനെയൊക്കെ ഓരോന്നിനും കണക്കുണ്ട്. അപ്പം ഇൻഷുർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അതിന് കരവടച്ച രസീത് നിർബന്ധമാണ്. പാട്ടക്കരാറുണ്ടെങ്കിൽ പാട്ടക്കരാർ വെച്ച് തരാൻ പറ്റും, ഉടമസ്ഥൻ്റെ അനുഭവത്തോടു കൂടി. പിന്നെ അവർ കരവടച്ച രസീത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ തമ്മിലുള്ള കരാറിന് ഒരു ഫോം കൃഷിഭവനിലുണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പം കരവടച്ച രസീതുള്ള എല്ലാവരും തന്നെ, അതായത് പാട്ടക്കരാറുള്ളവരും കൃഷി എന്ത് ചെയ്യുക, ഇങ്ങനെ പോകുമെന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ ഉറപ്പായും ഇൻഷുർ ചെയ്യുക. അപ്പം കുരുമുളകിനുണ്ട് ഏലം ഇത്രയും നാളും 1 ഹെക്ടർ ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം അത് സർക്കാർ നമ്മുടെ നിരന്തരമായ ആവശ്യപ്രകാരം കുറച്ച് 1 ഏക്കർ ഉണ്ടെങ്കിൽ മതി. 1 ഏക്കറിന് നിങ്ങൾ അടയ്ക്കേണ്ട പൈസ 600 രൂപയാണ്, പക്ഷേ കിട്ടുന്ന പൈസ 24,000 രൂപയാണ്. പക്ഷേ ആ കൃഷി മുഴുവൻ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കണം. പെട്ടെന്നൊരു വെള്ളം അടിച്ചു കയറി വന്ന് നഷ്ടപ്പെട്ടു പോവുകയോ, അല്ലെങ്കിൽ ഒരു കാട്ടുതീ വന്ന് പോവുകയോ, അല്ലെങ്കിൽ കാറ്റത്ത് മുഴുവൻ മറിഞ്ഞു പോവുകയോ, അങ്ങനെ കുരങ്ങ് മുഴുവൻ നശിപ്പിക്കുകയോ, അങ്ങനെ നിങ്ങൾക്ക് അതിനകത്ത് ഫലം എടുക്കാൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ പറഞ്ഞ 24,000 രൂപ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 600 രൂപയാണ് കർഷകൻ അടയ്ക്കേണ്ടതുള്ളൂ. ഇതുപോലെ തന്നെ കാലാവസ്ഥ അധിഷ്ഠിത വില ഇൻഷുറൻസ് ഉണ്ട്. അത് കൃഷിഭവനിൽ നല്ല ചെയ്യുന്നത്. അവരെല്ലാ കൊല്ലവും അതിൻ്റെ ഒരു മേഡം വന്ന് ഇവിടെ ക്ലാസ് എടുത്ത് അപ്പം തന്നെ കർഷകരെ വിള ഇൻഷുറൻസ് പദ്ധതി ചേർക്കുന്നുണ്ട്. അതിന് നിങ്ങളൊന്നും അറിയേണ്ട, നമ്മുടെ വെതർ സ്റ്റേഷൻ അടിമാലിലാണ് ഇരിക്കുന്നത്. അടിമാലിലെ വെതർ സ്റ്റേഷൻ വെച്ച് നിങ്ങൾ മഴ കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം മഴ, 3 ദിവസമോ 4 ദിവസമോ മഴയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തനിയെ പൈസ വരും. അതാണ് ആ പദ്ധതിയുടെ പ്രത്യേകത, കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി. കർഷകർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്ന വിഷയത്തിൽ മാങ്കുളം കൃഷി ഓഫീസർ ശ്രീമതി ഗ്രീഷ്മ വി മാത്യു നയിച്ച ക്ലാസിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.